നടുക്കായിട്ട് ദർഭയിലായിട്ട് തന്നെ ചന്ദനം 3 പ്രാവശ്യം വെള്ളം കൂട്ടി കുടഞ്ഞോളൂ. ചന്ദനം എടുത്ത് വെള്ളം കൂട്ടി 3 പ്രാവശ്യമായിട്ട് കുടഞ്ഞാൽ മതി. അതുപോലെ തന്നെ എണ്ണെടുത്ത് 3 പ്രാവശ്യം വെള്ളം കൂട്ടി കുടയണം. ഒരു പൂവ് അവിടെ വച്ച് തൊഴുത്, പിണ്ണം വയ്ക്കാനുള്ള സ്ഥലമാണ്, വച്ച് തൊഴുതോളൂ. അരിക്കകത്തേക്ക് ശകലം വെള്ളം ഒഴിച്ച് അരി മുഴുവനും വെള്ളം കൂട്ടി കുഴച്ച്, അരി മാത്രം വെള്ളം കൂട്ടി കുഴച്ച് ഇലയിൽ വച്ച് തന്നെ രണ്ടായിട്ട് പകുത്ത് വയ്ക്കണം. വെള്ളം കൂട്ടി കുഴച്ച് രണ്ടായിട്ട് പകുത്ത് ഇലയിലെ അരി മാത്രം ഇലയിൽ വെച്ച് തന്നെ വെള്ളം കൂട്ടി കുഴച്ച് അത് രണ്ടായിട്ട് പകുത്ത് അതിലൊരു ഭാഗം അരി വലത്തെ കയ്യിലെടുത്ത് 3 വെള്ളം ആ പിണ്ണത്തേലായിട്ട് ചെയ്ത് 3 ചന്ദനം വെള്ളം കൂട്ടി എള്ള് തൊട്ട് വെള്ളം 3 പ്രാവശ്യം പിണ്ണത്തേൽ ചെയ്ത് 2 വെള്ളം മാത്രം, ഒരു പൂവ് ആ പിണ്ണത്തേൽ വെച്ച് പിണ്ണം തൊട്ട് തൊഴുത് കൈയൊന്ന് കഴുകി ഇലയിൽ നിന്നും ഒരരി എടുത്ത് മണത്ത് പുറകിൽ കളഞ്ഞ് കൈ കഴുകി പിണ്ണത്തേലായിട്ട് 3 വെള്ളം, 3 ചന്ദനം, എള്ള് തൊട്ട് വെള്ളം 3 പ്രാവശ്യം, 2 വെള്ളം മാത്രം, ഒരു പൂവ് അവിടെ വച്ച് തൊഴുത് ഇലയിലെ ബാക്കി അരി കയ്യിലെടുത്ത് രണ്ടാമത്തെ പകുതി കിട്ടുന്ന തൊഴുത് നമസ്കരിച്ച് പിണ്ണം ഇലയിലേക്ക് എടുത്തു വെച്ച്, ആദ്യം വെച്ചതും തൂഴിയതുമെല്ലാം ഇലയിലേക്ക് എടുത്തു വെച്ച് ഇലയും ഗ്ലാസുമായിട്ട് എഴുന്നേറ്റുള്ളൂ. ആ ഗ്ലാസ്സിനകത്തെ പാത്രത്തിലേക്ക് ഇടാം. ഇല അതിനടുത്ത് മറ്റൊരു പാത്രം അതിലേക്ക് വെച്ചോളൂ. ശേഷം ബലിത്തിരക്ക് വെളിയിലേക്ക് കടന്നു വരാം. പിതൃബലി ദർപ്പണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ദീർഘപുല്ല് സ്ത്രീകൾക്ക് കർമ്മത്തിന് കൊടുക്കാതെ ചന്ദനവും പുഷ്പവും അരിയും മാത്രം ഉപയോഗിച്ച് കിഴക്കേ ദിക്കിലേക്ക് ദർശനമായി ഇരുത്തി ബലിതർപ്പണങ്ങൾ നടത്തുന്ന വളരെ അപൂർവം ശ്രീ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവുംപ്ലാവ് മഹാദേവ ക്ഷേത്രം. നല്ലതുപോലെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഗർഭയുടെ നടുക്ക് പൂവിട്ടേക്കുന്ന സ്ഥലത്ത് പിണ്ണം സമർപ്പിച്ചോളൂ. കയ്യിലെടുത്ത് വലത്തെ കയ്യിൽ ബാക്കി അരി കയ്യിലെടുത്ത് പിടിച്ച് ശകലം വെള്ളവും കൂടെ കൂട്ടി കുടുംബ സംബന്ധമായിട്ടുള്ള വംശപിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പിണ്ണത്തിന്റെ തലയ്ക്ക് തൂളിയാൽ മതി. വെള്ളം തളിച്ച് വലതുഭാഗത്ത് നിലത്ത് വെള്ളം തളിച്ച് ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നിലത്ത് വെക്കാത്തത് എന്നുള്ളതിനൊരു ചെറിയ കഥയുണ്ട്. ഇത് 64 കലകളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ 64 പൊടിപ്പ് ഇങ്ങനെ 4 ജീവക്കോലിലാണ്. അപ്പൊ ഈ 4 ജീവക്കോലില് എത്ര എണ്ണം ഉണ്ടാവും? 16 എണ്ണം വെച്ചിട്ടാണ് 64 കലകളാണ് 64 പൊടിപ്പ്. അപ്പൊ 4 ജീവക്കോല് എന്ന് പറയുമ്പോ 4 വേദങ്ങളുടെയാണ് 4 ജീവക്കോല്. പിന്നെ ഇതാണ് ഇടയ്ക്കയുടെ കുറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് താഴത്തേക്ക് പിടിക്കുമ്പോ ഹൈ പിച്ചിലേക്ക് പോകും, മുകളിലേക്ക് പിടിക്കുമ്പോൾ ലോ പിച്ചിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഈ കയ്യിൽ നമ്മൾ നിയന്ത്രിക്കുന്ന അനുസരിച്ചാണ് ഇടയ്ക്കിടെ ശബ്ദം വ്യത്യാസം വരും. അപ്പൊ ഈ കുറ്റിയിൽ നിന്ന് 2 വട്ടങ്ങളില്ലേ, ഇതിനെ സൂര്യനും ചന്ദ്രനും എന്ന് പറയും, സ്ത്രീ പുരുഷൻ എന്നും പറയും. 6 ദ്വാരങ്ങളാണുള്ളത്. 6 ശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടാണ് 6 ദ്വാരങ്ങൾ. അപ്പൊ 6 ശാസ്ത്രമായി, 4 വേദായി, 64 കലകളായി, സൂര്യനായി, ചന്ദ്രനായി. ഇത്ര ഭാരമേറിയിട്ടുള്ളൊരു വസ്തു ഭൂമി ദേവിക്ക് താങ്ങില്ല എന്നാണ് പറയാ. അപ്പൊ അതുകൊണ്ട് ആകാശത്തിനും ഭൂമി
ലക്ഷ്മിക്കും ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഇടയ്ക്ക എന്ന പേര് ഇതിന് വന്നത്. ക്യാമറ KK വിജയൻ, നാട്ടുരാജ്യ ന്യൂസ്.